വയനാട് പുൽപ്പള്ളിക്ക് സമീപം കടുവ ആക്രമിച്ചു കൊന്ന കൂമന്മാരന്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ADM-മായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ കുടുംബം തയ്യാറായത്. നരഭോജി കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കുടുംബാംഗങ്ങളെ കണക്കിലെടുക്കാതെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി കളക്ടർ സ്ഥലത്തെത്തിയില്ല തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബത്തിന്റെ പ്രതിഷേധം. ഞങ്ങൾക്കിപ്പോ ഒരു ജീവൻ പോയിട്ട് ഇവരിങ്ങനെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ജീവന് പട്ടിയുടെ വില പോലും നൽകണ്ടല്ലോ ഇന്നലെ അവരെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ സ്വന്തം മോനോടെങ്കിലും പറയണമായിരുന്നു. ഒരാളെ പോലും കൊണ്ടുപോയിട്ടില്ല പോയ ആൾക്കാരിൽ. അങ്ങനെ ചേച്ചി പറഞ്ഞ കളക്ടർ വന്ന് എല്ലാം തീരുമാനിക്കട്ടെ. ADM നേരിട്ടെത്തി കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി. ധനസഹായത്തിന്റെ ആദ്യ ഗഡു 6 ലക്ഷം രൂപ വേഗത്തിൽ കൈമാറും. കൂമന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകാൻ സർക്കാരിന് ശുപാർശ ചെയ്യും. കടുവയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ആരും കൊണ്ടുപോയില്ല, ആങ്ങളെ പോയായിരുന്നു. അച്ഛനെ ഞങ്ങളെല്ലാരും നോക്കിക്കൊണ്ട് ഇപ്പൊ അതിനൊരു വഴിയില്ലോട്ട്. അച്ഛന് പെൻഷൻ കിട്ടുന്നതിനാണ് ഞങ്ങൾ ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങൾക്ക് ഒരു വഴിയിലുണ്ടായി. ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞ നടക്കുന്നതിനാലാണ് കളക്ടർക്ക് എത്താൻ കഴിയാത്തത്. 2 ദിവസത്തിനകം ഉന്നതിയിലെത്തുമെന്ന് ഉറപ്പു നൽകി. കടുവയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളെല്ലാം തീരുമാനിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിച്ചിട്ട് മക്കൾ പോയിട്ടുമുണ്ട്. കടുവനെ എന്തായാലും പിടികൂടണമല്ലോ സാറേ. നമുക്കായാലും മക്കൾക്കായാലും ഭയം തന്നെയാണ്. നമ്മൾ ആദിവാസികൾക്കല്ല എല്ലാ ജനങ്ങൾക്കും ഇന്നും ഭയം തന്നെയാണ്. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.